പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ മറവിൽ കയ്യേറ്റം നടന്നത് യുഡിഎഫ് ജില്ലാ നേതാക്കളുടെ സംഘം സന്ദർശിച്ചു. കയ്യേറ്റം വിലയിരുത്തിയ ശേഷം യുഡിഎഫ് ജില്ലാ ചെയർമാൻ ടി.പി. മാത്യുവിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ആശുപത്രി വികസന സമിതി ചെയർമാൻ, ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകി. സിപിഎം നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സഹകരണ സ്ഥാപനം അനുമതിയില്ലാതെ ബാങ്ക് ആരംഭിക്കുന്നതിനായി കെട്ടിടം കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായി പരാതി ഉയർന്നിരുന്നു. പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്താൻ മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ മികച്ച ആശുപത്രികളിൽ ഒന്നായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതിനുശേഷം പാർട്ടി ഗുണ്ടകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും കച്ചവട കേന്ദ്രമായി പരിയാരം മെഡിക്കൽ കോളേജ് മാറിയെന്നും യുഡിഎഫ് ആരോപിച്ചു. അത്തരമൊരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് കെട്ടിടം പൊളിച്ച് അനധികൃത നിർമ്മാണം നടത്തുന്നതെന്നും ഇവിടെ നടക്കുന്ന ഈ കൊള്ളക്കെതിരെ യുഡിഎഫ് ശക്തമായി രംഗത്ത് വരുമെന്നും യുഡിഎഫ് ജില്ലാ ചെയർമാൻ ടി.പി. മാത്യു പറഞ്ഞു. കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിലും ഇതുപോലെ കച്ചവടം നടക്കുന്നില്ല. എല്ലാ ഫ്ലോറിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വിൽക്കുന്ന കച്ചവട സ്ഥാപനമായി അത് മാറിയിരിക്കുന്നു. അത്തരമൊരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഈ മഹാനായ കേളപ്പിരി നിർമ്മിച്ചു നൽകിയ ആ ബിൽഡിംഗ് പൊളിച്ച് അനധികൃത നിർമ്മാണം നടക്കുന്നത്. തീർച്ചയായും ഈ മെഡിക്കൽ കോളേജ് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരായി, ഈ നടക്കുന്ന കൊള്ളയ്ക്കെതിരായി യുഡിഎഫ് ശക്തമായി രംഗത്ത് വരും. അതിനെതിരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജിനകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. പേ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ഭീമമായ തുക എവിടേക്കാണ് പോകുന്നതെന്നും വ്യക്തമല്ല. ആശുപത്രി വികസന സമിതി സിപിഎം വൽകൃതമായ ഒന്നാണ്. അതിനാൽ മെഡിക്കൽ കോളേജിനെ സംരക്ഷിച്ചെടുക്കുന്നതിനുള്ള പോരാട്ടമാണ് യുഡിഎഫ് ചെയ്യേണ്ടതെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. HDC എന്ന് പറയുന്നത് സത്യത്തിൽ സിപിഎം വൽകൃതമായിട്ടുള്ള ഒരു ബോഡിയാണ്. ഇവിടുത്തെ ജനപ്രതിനിധികൾക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയുണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതിനിധിയുണ്ട്, അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയുടെ പ്രതിനിധിയുണ്ട്. എന്നാൽ അതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ പാകത്തിൽ സിപിഎം വൽകൃതമായിട്ടുള്ളൊരു ബോഡിയായി മാറുകയും HDCയുടെ ജനറൽ ബോഡി യോഗം പോലും 2-3 വർഷം കഴിഞ്ഞിട്ട് വിളിച്ചു ചേർക്കുകയും സിപിഎമ്മിൻ്റെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയായി HDC മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിനെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു പോരാട്ടത്തിലേക്കാണ് നമുക്ക് വരേണ്ടത്. അടുത്ത ദിവസം മെഡിക്കൽ കോളേജ് പരിസരത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി മെഡിക്കൽ കോളേജിനെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാവശ്യമായ നിരന്തര പ്രവർത്തനങ്ങൾ സജീവമാക്കാനാണ് യുഡിഎഫിന്റെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.